ഹലോ ഫ്രണ്ട്സ്, വൈകുന്നേരമായിപ്പോൾ ഞാൻ വന്നു നിൽക്കുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ കല്യാണത്തണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ ഇരുട്ടുന്നതിന് മുമ്പ് പെട്ടെന്ന് വന്നതാണ് ഇങ്ങോട്ട് കേട്ടോ. കാരണം വൈകുന്നേരത്തെ കാഴ്ച അതിമനോഹരമാണ്. കല്യാണത്തണ്ട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥലത്ത് പ്രത്യേകത ഉണ്ട്. എൻ്റെ യൂട്യൂബിലെ ഫസ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കൊറോണ സമയത്ത് ഇവിടെ വെച്ചാണ്. ഇവിടുത്തെയാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ലോങ് വീഡിയോ ഇടുന്നത് ഇവിടെ നിന്നാണ്. കല്യാണത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ഫസ്റ്റായിട്ട് നമ്മൾ ഇവിടെ ഇടുന്നത്. ഞാനിപ്പോൾ ഇവിടുത്തെ വൈകുന്നേരത്തെ കാഴ്ചകൾ കാണിക്കും. ഭയങ്കര കാറ്റും തണുപ്പുമാണ്. ഇവിടെ അമ്പലമാണ്. അമ്പലത്തിലെ പാട്ടിപ്പോൾ കേൾക്കും. ഇപ്പോൾ കണ്ടോണം നിങ്ങളെ. നമ്മുടെ ഇതാണ്ട് ഇടുക്കി ഡാമിലെ വെള്ളമാണ് കാണുന്നത് അല്ലേ. നല്ല കാറ്റിങ്ങനെ അടിച്ചിരുന്ന ആൾക്കാർ കണ്ടില്ലേ. ഈ കാറ്റടിക്കുമ്പോൾ ഈ നമ്മുടെ ഈ പുല്ല് കണ്ടില്ലേ, പുല്ലിങ്ങനെ താഴേന്ന് കാറ്റടിക്കുമ്പോൾ പുല്ലിങ്ങനെ ഇളകുന്നുണ്ടല്ലേ. ഒരാളവിടെ കാറ്റ് കൊള്ളാണ്ടിരിക്കുന്നുണ്ടല്ലേ. വൈകുന്നേരത്തെ കാഴ്ച അതിമനോഹരമാണല്ലേ. ഇങ്ങനെ നാല് ചുറ്റും ഇങ്ങനെ മലകളാണ്. എല്ലായിടത്തും മലയായിട്ടുണ്ടല്ലേ. ഇങ്ങനെ കാറ്റടിച്ചുകൊണ്ടിരിക്കും. കണ്ടോ, ഇവിടെ ഇങ്ങനെ കാറ്റടിക്കുന്നു. നമ്മളിങ്ങനെ ഇതല്ലേ ഇടുക്കി ഡാമിലെ കാഴ്ചയാണ് കണ്ടോണ്ടിരിക്കുന്നുണ്ടല്ലേ. ഇടുക്കി ഡാമിലെ വെള്ളം നല്ല തിളങ്ങി കിടക്കണം വൈകുന്നേരം ആകുമ്പോഴത്തേനും. ഞാൻ വരാൻ കാരണം വെച്ചാൽ വൈകുന്നേരത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. പിന്നെ ഭയങ്കര തണുപ്പായിരിക്കും വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ. തണുപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നിവൃത്തി, നമ്മൾ സ്വെറ്ററൊന്നും ഇടാതെ വന്നു കഴിഞ്ഞാൽ അതുപോലെ തണുപ്പായിരിക്കും. കണ്ടല്ലേ, ഇടുക്കി ഡാമിലെ വെള്ളം കിടക്കുന്നുണ്ടല്ലേ. ഇടുക്കി ഡാമിലെ വെള്ളം ഇങ്ങനെ കിടക്കുവാണ് അവിടെ തന്നെ. എന്നാ ഭംഗിയാ നോക്കി കേട്ടില്ലേ. അപ്പോൾ നിങ്ങൾ ആരൊക്കെ ഇടുക്കി ഡാമിലും നമ്മുടെ ഈ കല്യാണത്തിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കേട്ടില്ലേ, താഴെ ഇടുക്കി ഡാം കിടക്കുന്നു. നല്ല മനോഹരമായിട്ട് ഇടുക്കി ഡാം കിടക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ ഇടുക്കി ഡാമിലോട്ട് പോകുന്നത് വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടില്ലേ, ഇവിടെ നിന്നാണ് കക്കാട്ടുകട എന്ന് പറഞ്ഞ ഈ സ്ഥലത്തു നിന്നാണ് നമുക്ക് ഇടുക്കി ഡാമിലോട്ട് പോകേണ്ടത്. കണ്ടല്ലേ, ഈ സ്ഥലത്തു നിന്ന് ഇങ്ങനെ വഴിയുണ്ട്. ആ വഴി കൂടെ കയറി വേണം നമുക്ക് ഇടുക്കി ഡാമിലോട്ട് പോകാനായിട്ട്. ഇടുക്കി ഡാമിൻ്റെ അഞ്ചുരുളി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാനായിട്ട്. ഭയങ്കര കാറ്റാട്ടോ. കാറ്റടിക്കുന്നുണ്ട്. ഈ ഇതല്ലേ ഈ പുല്ല് കാണുന്നുണ്ടോ, ഭയങ്കര തണുപ്പാണ്. അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പറയണം. പിന്നെ ഇവിടെ വലിയൊരു കല്യാണത്തണ്ടെന്ന് പറഞ്ഞാൽ ഫേമസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്. ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ ശിവക്ഷേത്രമാണ്. അതിന് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പം 2 വർഷത്തിന് ശേഷമാണ് വരുന്നത്. ഞാൻ മാലദ്വീപ്സിൽ പോയതിന് ശേഷം വന്നിട്ടേ ഇല്ല. ഇപ്പം ഞാൻ ആദ്യമായിട്ട് ഇപ്പം 2 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ഉണ്ട്. ഇതുണ്ടല്ലേ, ഈ അമ്പലത്തിനെ ചുറ്റിപ്പറ്റി ഒരുപാട് നായ്ക്കളുണ്ട്, ഇവിടെ പട്ടികളുണ്ട്. അത് ഒരുപാട് യൂട്യൂബ് വീഡിയോകളിലൊക്കെ വന്നതാണ്. ഇതല്ലേ, ഇങ്ങനെ അമ്പലത്തിന് ചുറ്റും എപ്പോഴും കാണും ഈ പട്ടികളിവിടെ. ഇതല്ലേ, ഇവിടെയാണ് എല്ലാ മാസം 1-ാം തീയതി, മലയാള മാസം 1-ാം തീയതി ഇവിടെ അന്നദാനമുണ്ട്. അതിന് വേണ്ടിയുള്ള സ്ഥലമാണിത്. ഫുഡ് ഉണ്ടാക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. അമ്പലമാണ് ആ കാണുന്നത്. അങ്ങ് നേരെ കാണുന്ന അമ്പലമാണ്. നമുക്ക് അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകാം. ഓക്കെ, ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ വൈകുന്നേരം വരുവാണെങ്കിൽ അടിപൊളിയാണ് ഇവിടെ വരുവാണെങ്കിൽ. കാരണം വെച്ചാൽ ഒന്ന് തണുപ്പ്, പിന്നെ വെയിലുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ വൈകുന്നേരം ഭയങ്കര തണുപ്പായിരിക്കും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇവിടെ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കണ്ടില്ലേ, എൻ്റെ ബാക്ക് വശത്ത് കണ്ടില്ലേ, അവിടേക്ക് ഇപ്പോൾ ഒരുപാട് റിസോർട്ടുകളും ഇതുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് ദൂരെ കാണുന്നതിൻ്റെ ബാക്ക് വശത്തൊക്കെ ഇപ്പോൾ ഒരുപാട് റിസോർട്ടുകളും ഇതൊക്കെ പണിതുകൊണ്ടിരിക്കുക. അതിൻ്റെ പട്ടികൾ വരുന്നുണ്ടോ? ഈ അമ്പലത്തിൻ്റെ ഇവിടെ ഒരുപാട് പട്ടികളുണ്ട്. അപ്പോൾ കേട്ടില്ല, അങ്ങ് ദൂരെ കാണുന്ന ഇടുക്കി ഡാം. നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് മാറുന്തോറും ഇടുക്കി ഡാമിൻ്റെ കാഴ്ച ഒരുപാട് നന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതല്ലേ, ഭയങ്കര തണുപ്പ് കേട്ടോ. ഒട്ടുക്കത്തെ തണുപ്പാണ്. ഇതിൻ്റെ അവിടെ മേച്ചിപ്പുല്ല് ഇളകുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ, നമ്മൾ താമസിക്കുന്ന വീടെന്ന് പറഞ്ഞാൽ താണ്ടേ ഇവിടെയായിട്ട് വരും. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഏകദേശം താണ്ടേ ഇതിൻ്റെ ഈ മലയുടെ താഴെയായിട്ടാണ് നമ്മൾ താമസിക്കുന്നത്. ഞാൻ നിങ്ങളെ കാണിക്കത്തില്ല, കോളേജ് മല എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ താമസിക്കുന്നത്. അവിടെ ഒരു അമ്പലമുണ്ട്. ഈ മലയുടെ മണ്ടലിൽ അമ്പലമുണ്ട്. അവിടെയാണ് നമ്മുടെ ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ ഗവൺമെൻറ് കോളേജ്. അതിനുശേഷം അതാണ് NSSൻ്റെ കോളേജായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് മാറ്റിയിട്ടാണ് ഇപ്പോൾ ഗവൺമെൻറ് കോളേജ് കട്ടപ്പനയിലോട്ട് വന്നത്. അതിൻ്റെ മണ്ടലിൽ കോളേജ് ഉണ്ട്. നമുക്കത് പിന്നീട് ഒരിക്കൽ പോകുമ്പോൾ ഞാനത് നിങ്ങളെ എക്സ്പ്ലോർ ചെയ്യാൻ സ്ഥലമൊക്കെ അല്ലേ. മൊത്തം ഇതല്ലേ, മഞ്ഞ് കയറുന്നുണ്ടോ എല്ലാ മലകളിലും. ഇങ്ങനെ വൈകുന്നേരം അവന് മഞ്ഞ് ഇറങ്ങുവാണ്. ഇതല്ലേ, നല്ലതായിട്ട് ഇങ്ങനെ കോട ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. ഇതല്ലേ, ഇങ്ങനെ വേണം. ഇതല്ലേ, എല്ലാം 4 ചുറ്റും ഈ വഴി കൂടെ നമ്മൾ നേരെ പോകുന്നത് കോട്ടയം റൂട്ടാണ് കേട്ടോ. ഇങ്ങനെ കോട്ടയം റൂട്ട് ഇങ്ങനെ പോകും. ഇവിടെ കാഞ്ചിയാർ ഇതല്ലേ, ഈ മലകളുടെ ഒക്കെ അക്കരയായിട്ട് വരും കോട്ടയം എന്നൊക്കെ പറയാൻ സ്ഥലം. അങ്ങ് പോകണം. അപ്പോൾ വീണ്ടും തിരിച്ചു വരുന്നതല്ലേ ഇടുക്കി ഡാമിൻ്റെ വൈകുന്നേരത്തെ കണ്ടില്ലേ, സൂര്യാസ്തമയം ആകുമ്പോഴത്തേനും കടൽ നമ്മുടെ ഡാം ഇങ്ങനെ നല്ല തിളങ്ങി നിൽക്കണ്ടല്ലേ അങ്ങ് ദൂരെ അല്ലേ. എന്നാ ഭംഗിയാണ് കാണാനായിട്ടല്ലേ. അപ്പം ഈ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യുക.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അല്ലേ പുല്ലുകളുണ്ടല്ലോ അല്ലേ ഇളകി കിടക്കുക. അതുണ്ടോ എന്ത് ഭംഗിയാ നോക്കിയേ. മേച്ചിപ്പുല്ല് കാണാൻ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഭംഗിയല്ലേ. അപ്പോൾ നിങ്ങൾ അമ്പലം കാണിക്കാമേ. ഞാനിവിടുന്ന് പോകുമ്പോൾ ഈ അമ്പലത്തിന് ഒരു ചെറിയതായിട്ട് പണിതന്നെ ഉള്ളായിരുന്നു. ഇപ്പോൾ 2 വർഷത്തിന് ശേഷം അമ്പലത്തിൻ്റെ പണികളൊക്കെ എവിടെ വരാണ്. ഞാൻ ജിമ്മിൽ നിന്ന് നേരെ വന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ പോകണുള്ളൂ. അങ്ങോട്ട് കയറുന്നില്ല കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് നിങ്ങളെ കാണിക്കാം. കേട്ടില്ലേ, ഇതുണ്ടല്ലോ ഭയങ്കര അമ്പലമാണ്. ഇതല്ലേ വലിയ അമ്പലമാണ്. ഇടുക്കിയിലെ ഏറ്റവും വലിയ ശിവക്ഷേത്രമാണ് കേട്ടോ. ഇതുണ്ടല്ലോ ഇത്രയും പണികളായി. ഇത്രയെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ഒരുപാടുണ്ട്. ഞാൻ ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് പോകാം കേട്ടോ. കേട്ടില്ലേ, അമ്പലത്തിൻ്റെ സൈഡ് വശത്ത് കൂടെ നമുക്ക് കയറുന്നു പോവാം. അങ്ങോട്ട് കയറുന്നു. കാരണം ഞാൻ ജിമ്മിൽ നിന്ന് വന്നല്ലേ, വീർത്ത് കുളിച്ച് വന്നേ ഉള്ളൂ. നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയായിട്ട് വന്നതല്ലല്ലോ. ഞാൻ നിങ്ങളെ കാണിക്കാവേ ഈ സൈഡിൽ കൂടെ. കേട്ടില്ലേ, ഈ സൈഡിൽ കൂടെ പോകുമ്പോൾ അമ്പലത്തിൻ്റെ സൈഡ് വ്യൂ നിങ്ങൾക്ക് കാണാം. ഭയങ്കര ഭംഗിയാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ അങ്ങ് ദൂരെ ഈ ഇടുക്കിയിൽ അല്ലാത്തവരൊക്കെ ആണെങ്കിൽ ഫസ്റ്റായിട്ട് നിങ്ങൾ ഇടുക്കിയിൽ വരുമ്പോൾ കാണേണ്ട ഒരു സ്ഥലമാണിത്. കേട്ടില്ലേ, ഇങ്ങോട്ട് വരുന്നതോറും ഭയങ്കര കാറ്റാണ്. കേട്ടില്ലേ, കേട്ടില്ലേ, കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര കുഴി കൊക്കയാണ്. കേട്ടില്ലേ, ഭയങ്കര കൊക്കയാണ് കേട്ടോ. അഗാധമായ കൊക്കയാണ്. കണ്ടോ, താഴെ സിറ്റികളാണ്. രാത്രി ആയതല്ലേ, വൈകുന്നേരം ആകുമ്പോൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി ആൾക്കാർ താണ്ടി ഈ താഴെ നിന്നൊക്കെ ആൾക്കാർ ഈ സൈഡും വഴി ഇങ്ങനെ കയറി വരും കേട്ടോ. ആ സൈഡിൽ കൂടെ ഒക്കെ ആൾക്കാർ ഇങ്ങനെ കയറി അമ്പലത്തിലോട്ട് വരും. മഞ്ഞിറങ്ങുന്നുണ്ടോ ഇപ്പോൾ? വൈകുന്നേരം ആകുമ്പോൾ മഞ്ഞിറങ്ങുന്നത്. അങ്ങ് മലയിലോട്ട് നോക്കി നിങ്ങൾ മഞ്ഞിറങ്ങുന്നേ. വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇതല്ലേ മഞ്ഞിറങ്ങുന്നുണ്ടോ? കുറച്ചൊരു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, അതുപോലെ തണുപ്പ്. ഇതാണ് ഇപ്പം 5 രൂപയിലെ വെള്ളം നോക്കിയേ. ഇടുക്കി ഡാമിലെ വെള്ളം കിടന്നുണ്ട്. എന്നാ തിളങ്ങ് പാടുന്നു. ഇതല്ലേ എൻ്റെ ബാഗിൽ കാണുന്നതാണ് നമ്മുടെ ഇടുക്കിയിലെ ഏറ്റവും വലിയ ശിവക്ഷേത്രമായിട്ട് വരാൻ പോകുന്ന അമ്പലമാണ് ഈ കാണുന്നത്. നേരത്തെ ഒരു ചെറിയൊരു അമ്പലമായിരുന്നു, അത് പണിയുന്നതാണ്. പുതിയ അമ്പലമായിട്ട് പണിയുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ഭയങ്കര അമ്പലമായിരിക്കും. നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കല്യാണത്തിന് വരിക. കല്യാണത്തിന് ഈ സ്ഥലത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മൾ അമ്പലത്തിലോട്ട് വിശ്വാസികൾ വരുന്നതിലുപരി ഇത് കാണാനായിട്ട്, ഈ സ്ഥലം കാണാനായിട്ട് വരുന്ന ആൾക്കാർ ഒരുപാടാണ് കേട്ടോ. കാരണം ഇത് ഭയങ്കര രസമാണ്. നമ്മൾ അങ്ങ് താഴെ കാണുന്നതാണ് കാഞ്ചിയാർ സിറ്റി എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഈ ഇടുക്കി ഡാം 5 ഉരുളി വെള്ളത്തിൻ്റെ അങ്ങോട്ടുള്ള വഴി പോകുന്നത്. എവിടെയൊക്കെയോ പാർട്ടുകളായിട്ട് 4 ചുറ്റിനും മലകളായി ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ് ഞങ്ങളുടെ കട്ടപ്പന എന്ന് പറയുന്നത്. കണ്ടല്ലേ, 4 ചുറ്റും മലകളാണ്. 4 മല, എല്ലാം 4 ചുറ്റിനും മലകളായി കിടക്കുന്നതാണ് ഞങ്ങളുടെ ഇടുക്കി ഡാം എന്ന്. ഇത് കണ്ടല്ലേ, അടിപൊളിയാണ്. ഇതല്ലേ മഞ്ഞിറങ്ങുന്നുണ്ടോ? ഞാൻ നിങ്ങളിപ്പോൾ കട്ടപ്പന കാണിക്കാമേ. കട്ടപ്പന സിറ്റിയുടെ വ്യൂ കാണിക്കാം. ഇതാണ് ആ കട്ടപ്പന. ഇതുണ്ടല്ലേ, അങ്ങ് ദൂരെ കാണുന്നതാണ് നമ്മുടെ കട്ടപ്പന. ഇതുണ്ടല്ലേ, ഇതാണ് നമ്മുടെ കട്ടപ്പന സിറ്റി. ഇതാണ് നമ്മുടെ കട്ടപ്പന സിറ്റി. ഇതണ്ടേ, ഇങ്ങനെ കാണുന്നതാണ്. കണ്ടില്ല, ഇതാണ് നമ്മുടെ കട്ടപ്പന സിറ്റി എന്ന് പറയുന്നത്. 4 സ്ഥലത്തും 4 ചുറ്റും മലകളാണ്. ഇതുണ്ട്, മഞ്ഞിങ്ങനെ ഇറങ്ങുവാണ്. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ നിങ്ങൾ. നമ്മുടെ ഈ കാസർഗോഡ്, കണ്ണൂരൊക്കെ പിന്നെ ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് കാണുമ്പോൾ, എറണാകുളത്തൊക്കെ ഉള്ളവർക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു അട്രാക്ഷൻ. കാരണം വെച്ചാൽ ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കാണുമെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമല്ലേ. ഇതല്ലേ കാണിക്കാം, മൊത്തത്തിൽ നിങ്ങൾ നോക്കണം. 4 സൈഡിലോട്ട് ഞാൻ കാണിക്കാം. കാണിക്കാം. അമ്പലത്തിൻ്റെ അങ്ങേ സൈഡിലൊരു മലയാണ്. അവിടെ നിന്നും മഞ്ഞിറങ്ങാൻ തുടങ്ങുന്നു. നേരെ സൈഡിൽ നമ്മുടെ ഇടുക്കി ഡാമിലെ വെള്ളം കിടക്കുന്നു. കണ്ടില്ലേ, ഇടുക്കി ഡാമിലെ വെള്ളം ഇങ്ങനെ കിടക്കണം, അങ്ങ് ദൂരമായിട്ട് കിടക്കുന്നു. കണ്ടില്ലേ, മഴ പെയ്യാൻ പോകാൻ തോന്നുന്നു കേട്ടോ. ഇങ്ങനെ കറങ്ങി വരുമ്പോൾ എല്ലാ സ്ഥലത്തും മലകളാണ്. ഇതല്ലേ, ഇങ്ങനെ കടൽ കിടക്കുന്ന പോലെ അങ്ങ് വിശാലമായിട്ട് കിടക്കുന്നതാണ്. ഇതല്ലേ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരുപാട് പട്ടികളുണ്ടെന്ന്. ആ പട്ടികൾ കയറി വരുന്നുണ്ടല്ലേ, ഒരുപാട് കയറി വരുന്നുണ്ട്. ഇങ്ങോട്ടിപ്പം കയറി വരണം. ഞാൻ കുറച്ചുകൂടെ താഴോട്ട് പോകാം കേട്ടോ. അപ്പോൾ അടിപൊളി സ്ഥലമാണ്. പിന്നെ ഞാൻ പറയില്ലേ, ഭയങ്കര തണുപ്പും കാര്യമാണ്. ഭയങ്കര തണുപ്പ്. ഞാനിപ്പോൾ തന്നെ കട്ടി കുറഞ്ഞ ടീഷർട്ടാണ് ഇട്ടുകൊണ്ട് വന്നേക്കുന്നത്. ജിമ്മിൽ നിന്ന് നേരെ വന്നതാണ്, അതുകൊണ്ട് വേറെ ഡ്രസ്സൊന്നും എടുത്തില്ല. ഭയങ്കര തണുപ്പാണ്, മൂക്കടഞ്ഞു പോകും. ഇവിടെ വൈകുന്നേരമൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു സ്വെറ്ററൊക്കെ ഇട്ടുകൊണ്ട് വരുന്നതാണ് നല്ലത്. അത് മഴക്കാലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും ഭയങ്കര തണുപ്പ് തന്നെയാണ് ഇവിടെ. ഇതല്ലേ, ഇവിടെ ഒരു പാറക്കെട്ടാണ്.
മലകളാണെന്നല്ലേ. അയ്യോ, കാറ്റടിക്കുന്ന സൗണ്ട് നിങ്ങൾ കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. കുറെ ഒരു മറ്റേ നമ്മുടെ ഒരു കുരിശിൻ്റെ ഒരു ഇതുണ്ട്. അതിന് വരുന്ന വഴി എന്ന് പറഞ്ഞാൽ താഴെക്കൂടാണ് കേട്ടോ. അത് വേറെ വഴിയാണ്, ഇതിലല്ല വരുന്നത്. ആ താഴെക്കൂടെ കാഞ്ചിയാറ്റിൽ നിന്ന് വേറെ വഴിയുണ്ട് കേട്ടോ. ഇത് വേറെ വഴിയാണ് ഇതല്ലേ. അപ്പം നമ്മുടെ കട്ടപ്പനയിലെ ഒരു വ്യൂ നിങ്ങൾ ഒന്നുകൂടെ കാണിക്കാം കേട്ടോ. നമ്മുടെ കട്ടപ്പന ടൗണിലെ ഇതുണ്ടല്ലേ, നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇതുണ്ടേ. ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് കാണുന്നത് ഇതല്ലേ. അയ്യോ ഗൈസ്, അപ്പോൾ നിങ്ങളെല്ലാവരും ഇടുക്കിയിലെ വരുന്ന എല്ലാവരും മസ്റ്റായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യണം. അടിപൊളി സ്ഥലമാണ്. നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ഒരു നഷ്ടമായിട്ട് തോന്നില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ. പിന്നെ വരുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ വരേണ്ടത് വൈകുന്നേരമാണ് നിങ്ങൾ വരാൻ ശ്രമിക്കേണ്ടത്. കാരണം വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് നിങ്ങളുടെ കാണാനും നന്നായിട്ട് ഈ സമയത്ത് പറഞ്ഞാൽ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ വന്നു കഴിഞ്ഞാലും വലിയ ചൂടുമില്ല, ഒരു തണുപ്പില്ലാത്തൊരു കാലം. സ്പെഷ്യൽ ഇപ്പോൾ ഭയങ്കര തണുപ്പാട്ടോ, ഒരു നിവർത്തില്ല തണുപ്പ്. അതുകൊണ്ട് അങ്ങോട്ട് നോക്കി ആ മലയിലോട്ടേക്ക് മഞ്ഞ് ഇറങ്ങുന്നുണ്ട്. ഫുള്ള് മഞ്ഞാവില്ല വൈകുന്നേരം ആകുമ്പോൾ കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ വരുന്നവർ കല്യാണത്തിൻ്റെ വരിക. ഓക്കെ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലെ കേട്ടോ. ഒരുപാട് പേര് ആരോട് പറയാൻ ആര് കേൾക്കാൻ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം. മഴ പെയ്യാൻ പോകാൻ തോന്നുന്നു. ഇതുണ്ട് നമ്മുടെ ഇടുക്കിയുടെ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ വന്ന വഴിയിലോട്ട് പോവുകയാണ്. ഇതുണ്ടല്ലേ, ഇടുക്കി എന്ന മിടുക്കി. ഇടുക്കി ഒരു മിടുക്കി തന്നെയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കി. എൻ്റെ അടിപൊളിയാന്ന് നോക്കിയേ. ഭയങ്കര തണുപ്പാട്ടോ, അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോകുന്നത്. ഒരു ശ്വാസം കൊണ്ട് നമ്മൾ കുറച്ച് നിന്ന് കഴിയുമ്പോൾ ഭയങ്കര മൂക്കടഞ്ഞു അതുപോലെ. ഇതുണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ എന്താ തണുപ്പാണെന്നറിയോ, ആ മലയുടെ മുന്നോട്ട് പോയിക്കേ ഫുള്ള് മഞ്ഞായി. ഇനി ഇങ്ങോട്ട് ഇറങ്ങും കേട്ടോ, കുറച്ച് കഴിയുമ്പോൾ ഫുള്ള് മഞ്ഞായിട്ട് പോകും. ഇതുണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലം, ശിവക്ഷേത്രം. ഒരുപാട് സെലിബ്രിറ്റീസ് ഇവിടെ വന്നിട്ടുള്ള ഒരു അമ്പലമാണ് ഇത് കേട്ടോ. ഒരുപാട് ഇവിടെ ഈ ഷൂട്ടിംഗ് ഒക്കെ നടക്കുമ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസ് നമ്മുടെ തെലുങ്കിൽ നിന്നും കന്നഡയിൽ നിന്നൊക്കെ ഒരുപാട് സിനിമാ നടന്മാരും നടിമാരൊക്കെ ഇവിടെ വന്നിട്ടുള്ളൊരു അമ്പലമാണിത്. ഇതിൻ്റെ ഒരുപാട് വലിയ അമ്പലം കേട്ടോ, ഭയങ്കര വിശേഷം. ല്ലേ അങ്ങനെ ആരാണ്ടൊക്കെ നടന്നു പോകുന്നുണ്ട് കണ്ടല്ലേ. ആരാണ്ടൊക്കെ അമ്പലത്തിലോട്ട് വരുന്നതാന്ന് തോന്നുന്നു കേട്ടോ. അങ്ങ് ദൂരെ നിന്നൊക്കെ ആരാണ്ട് നടന്ന് വരുന്നുണ്ട് കണ്ടോ. ഞാൻ കാണിക്കാം. താഴേക്ക് അങ്ങ് താഴേക്ക് ആദിവാസികളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. ഞാൻ കാണിക്കാമേ. അങ്ങ് ഈ കാടിൻ്റെ ഇടയിലൊക്കെ അങ്ങ് ദൂരെ കാണുന്ന കാടിൻ്റെ ഇടയിലൊക്കെ ആദിവാസികളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങ് ഉള്ളിലൊക്കെ ആദിവാസികളുടെ ഊരൊക്കെയാണ് അങ്ങ് ഉള്ളിലൊക്കെ കേട്ടോ. നമുക്ക് അതിലോട്ട് പോകണമെങ്കിൽ വേറെ വഴിയുണ്ട്. ഇതിന് താഴെ കൂടെ ആൾക്കാർ വരുന്നുണ്ട്. ഒരു വാട്ടർ ടാങ്ക് ഇരിക്കുന്നുണ്ടല്ലേ, അതിലേക്കൂടെ ഇങ്ങനെ ആൾക്കാർ വരുന്നതാണ്. എൻ്റെ ഒരു ചാരൻ നടന്നു വരുന്നുണ്ടല്ലേ, ഇതുണ്ടല്ലേ നടന്നു വരുന്നുണ്ടോ. ഇങ്ങനെ അമ്പലത്തോട്ട് വരുന്നതാണ്. എൻ്റെ വണ്ടി താണ്ടിരിക്കുന്നു കേട്ടോ. എൻ്റെ വണ്ടി അവിടെ ഇരിപ്പുണ്ട്. ഇത്രയുള്ള കാഴ്ചകൾ. അപ്പം ഈ മനോഹര കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്നുകൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നു. ഷെയർ ചെയ്യുക, ഇത്രയൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ പോവാണ്. സമയം ഇരുട്ടി, മൊബൈലിൽ ഒത്തിരി ഇരുട്ടായിട്ട് തോന്നുന്നില്ല, പക്ഷേ ഒത്തിരി ഇരുട്ടി. അപ്പോൾ ഞാൻ പോകാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ ചേട്ടാ.